ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് പാർക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മൂന്നിലേക്കായല്ലോ, പഠിച്ചൊക്കെ തുടങ്ങിയോ? അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മലയാളമാണ്. മലയാളത്തിന്റെ ഭാഗം 1 ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പാഠമായ കനകച്ചിലങ്കയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്കും പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നോക്കാം. എന്റെ മലയാളം പാഠം 1 കനകച്ചിലങ്ക. അവിടെ PT ഭാസ്കര പണിക്കരുടെ വരികൾ തന്നിട്ടുണ്ട്. എന്തിനെ കുറിച്ചാണ്? മലയാള ഭാഷയെ കുറിച്ചാണ്. അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെ പോലെ ഈ ഭാഷ. അപ്പോൾ മലയാളം എന്ന് പറയുന്നത് നമുക്ക് അമ്മ ചൊല്ലിത്തരികയും നമ്മളേറെ ബഹുമാനത്തോടെയും ആദരവോടെയും സ്നേഹത്തോടെയും സംസാരിക്കുന്നതുമായ ഭാഷയാണ് ഏത്? മലയാളം അല്ലേ? അതിനെക്കുറിച്ചാണ് PT ഭാസ്കര പണിക്കർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. കാക്കിരി പൂക്കിരി എന്നുള്ള കവിതയാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. അത് എഴുതിയത് രാമകൃഷ്ണൻ കുമരനെല്ലൂരാണ്. അദ്ദേഹത്തിന്റെ തൂവൽ എന്ന കൃതിയിൽ നിന്നെടുത്ത ഭാഗമാണ് കാക്കിരി പൂക്കിരി. നമുക്ക് വായിച്ചാലോ? കാക്കിരി പൂക്കിരി തേന്മാവിന്റെ എത്താക്കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു, കാക്കിരി പൂക്കിരി പിള്ളേരെങ്ങനെ ആർത്തു വിളിക്കുന്നു, കാക്കിരി പൂക്കിരി കാറ്റിൻ കൈകൾ കൊമ്പുകുലുക്കുന്നു, കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു, കാക്കിരി പൂക്കിരി തേൻതുള്ളികളി നാവിന് സമ്മാനം. നിങ്ങൾക്ക് കവിത ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഈണത്തിൽ ചൊല്ലണം. എന്താണ് ഇതിൽ പറയുന്നത്? കവിതയുടെ ആശയം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. കാക്കിരി പൂക്കിരി നോക്കിയേ, എല്ലാ വരികളിലും ആ 2 വാക്കുകൾ കാണാം. എന്തിനാണ് ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്? കവിതയുടെ കാവ്യ ഭംഗി കൂട്ടാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല, കവിതയ്ക്ക് താളവും ഈണവും ഒക്കെ ആ 2 വാക്കുകൾ കൊടുക്കുന്നുണ്ട്. എങ്കിൽ നോക്കിയേ, കാക്കിരി പൂക്കിരി തേന്മാവിന്റെ എത്താ കൊമ്പത്ത് എന്താ കാണുന്നത്? ആ മാങ്ങകൾ അങ്ങനെ കിടക്കുകയാണ്, പഴുത്തു തൂങ്ങി കിടക്കുന്നു. അപ്പോഴോ പിള്ളേരെന്ത് ചെയ്യുന്നു? ഈ മാങ്ങകൾ കണ്ടിട്ട് ആർത്ത് വിളിക്കുന്നു. അപ്പോഴോ കാറ്റ് വന്ന് കൊമ്പ് കുലുക്കി മാങ്ങ 4-5 നിലത്തു വീണു. ആ മാങ്ങ എടുത്ത് കഴിക്കുമ്പോൾ കുട്ടികളുടെ നാവിലെ തേൻതുള്ളി പോലുള്ള രുചി അവർക്ക് ലഭിക്കുന്നു. അതാണ് ഈ കവിതയിൽ പറയുന്നത്. ഇനി നമുക്ക് പാഠഭാഗ ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലി നോക്കൂ. അപ്പൊ നിങ്ങളും കൂട്ടുകാരും ഒത്ത് കവിത താളത്തിൽ ചൊല്ലി നോക്കണം. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ ഏതെല്ലാം? ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത്? കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ ഏതൊക്കെയാണ്? കാക്കിരി പൂക്കിരി ആണല്ലേ? നമുക്ക് എഴുതാം. കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകളാണ് കാക്കിരി പൂക്കിരി. ഈ വാക്കുകൾ കവിതയ്ക്ക് കാവ്യഭംഗി പ്രതിനിധാനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഈണത്തിലും രസകരമായും കവിത ചൊല്ലാനും ഈ 2 വാക്കുകൾ സഹായിക്കുന്നു എന്നവിടെ എഴുതാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കൂ. വരച്ച ചിത്രങ്ങൾ പരസ്പരം പങ്കുവയ്ക്കൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ചിത്രം വരയ്ക്കണം. എന്തിന്റെ ചിത്രമാണ് വരയ്ക്കേണ്ടത്? ഒരു വലിയ മാവ്, മാവിൽ നിറയെ പഴുത്ത മാങ്ങകൾ നിൽക്കുന്നു, കുറച്ച് കുട്ടികൾ താഴെ നിന്നത് നോക്കുന്നത് വരയ്ക്കാം. മാവ് കാറ്റത്താടുമ്പോൾ മാങ്ങകൾ താഴേക്ക് വീഴുന്നു, അത് കുട്ടികൾ എടുത്ത് കഴിക്കുന്നതായിട്ടും വരച്ച് കാണിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ വരയ്ക്കേണ്ടതാണ്. ഞാനൊരു ചിത്രം ഇവിടെ കൊടുത്തേക്കാം, അത് നോക്കി നിങ്ങൾക്ക് വരയ്ക്കാം. നമുക്ക് ഈ കവിതയിൽ നിന്നും തയ്യാറാക്കിയ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ കൂടി നോക്കാം. 1. പഴുത്ത മാങ്ങകൾ എവിടെയാണ് തൂങ്ങിക്കിടന്നത്? എവിടെയാണ്? തേന്മാവിന്റെ എത്താക്കൊമ്പത്ത്. 2. തേന്മാവിലെ മാങ്ങകൾ കണ്ട് ആർത്ത് വിളിച്ചതാര്? കവിതയിൽ പിള്ളേരെന്ന് പറയുന്നുണ്ടല്ലേ, അപ്പോൾ കുട്ടികളെന്ന് എഴുതാം. തേന്മാവിന്റെ കൊമ്പുകൾ കുലുക്കിയതാര്? ആരാണ്? കാറ്റാണല്ലേ, കാറ്റ്. 4. കുട്ടികളുടെ നാവിന് സമ്മാനം നൽകിയത് എന്താണ്? എന്താണ്? തേൻതുള്ളികളാണ് കുട്ടികളുടെ നാവിന് സമ്മാനം നൽകിയത്. എന്തിലെ? മാങ്ങയിലെ അല്ലേ? ഇതുപോലെ ചോദ്യങ്ങൾ നിങ്ങൾക്കും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ പാഠത്തിന്റെ തന്നെ അടുത്ത ഭാഗങ്ങളുമായി കാണാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.